ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അങ്ങനെ ഞങ്ങൾ പൂക്കോടൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു വന്ന് ഈവനിങ് ഒന്ന് ജസ്റ്റ് ചിൽ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മയ്ക്ക് ഊഞ്ഞാലാടണമെന്നൊരു മോഹം ഉദിച്ചതും. അങ്ങനെ അമ്മ ഊഞ്ഞാലാട്ടത്തിലാണ്. ചെറുപ്പത്തിലെപ്പോഴോ ഊഞ്ഞാലാടിയ ഓർമ്മകളിലാണ് അമ്മ ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ രണ്ടമ്മമാരും കൂടി ഇരുന്ന് പഴങ്കഥകളൊക്കെ പറഞ്ഞ് ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അടിപൊളി ഷട്ടിൽ കോർട്ട് കൂടി ഉണ്ട് കേട്ടോ. അളിയനും ചേച്ചിയും പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ഡ്രൈവർ സുഹൃത്തും കൂടി നല്ല പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. അടുത്ത കാലത്തൊന്നും ഇനി വേറെ പാട്ട് മത്സരം ഇല്ലാത്തതുകൊണ്ട് എന്താകുമെന്ന് അറിയില്ല. ഏതായാലും മൂന്നെണ്ണം കൂടി നല്ല കിടുക്കാച്ചി മത്സരത്തിലാണ്. ഇത് സ്വിമ്മിംഗ് പൂളിന്റെ റൂമിൽ നിന്ന് രാത്രിയുള്ള വ്യൂ ആണ്. ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. പൂൾ അവർ നല്ല നീറ്റായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് പുതിയൊരു പ്രോപ്പർട്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ പൂളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല പുതിയതിന്റെ ആ ഒരു ഫ്രഷ്നെസ് പൂളിനുണ്ട്. അതുപോലെ തന്നെ വെള്ളം അവര് ഇവിടെ ലോക്കലിയുള്ള നല്ല വെള്ളം തന്നെയാണ് നിറച്ചിട്ട് അത് പ്യൂരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് കണ്ടില്ല. സോ പൂൾ നല്ല നീറ്റാണ്, വളരെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായി നീന്തിയിട്ട് എന്നുള്ള അളിയന്റെ ഒരു കംപ്ലൈന്റ്, അത് ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള 4 കോട്ടേജുകൾക്കും 4 പേരുകളും അവർ ഇട്ടിട്ടുണ്ട്. രാത്രിയിലെ കാടിന്റെ ആ ശബ്ദമൊക്കെ ആസ്വദിച്ച് ആ നാച്ചുറൽ സൗണ്ടൊക്കെ കേട്ട് കിടന്നുറങ്ങാൻ നല്ല രസമാണ് ഇവിടെ. ഇവിടെ 4 കോട്ടേജുകൾ ഉള്ള പോലെ തന്നെ കുറച്ച് ടെന്റുകളും അവൈലബിൾ ആണ്. ഈ ടെന്റിന് അവർ കുറഞ്ഞ റേറ്റ് എന്തോ ഒരു ചാർജ് ചെയ്യുന്നുള്ളൂ എന്നാണ് ഈ കെയർടേക്കറായ പുള്ളി പറഞ്ഞത്. ഈ ടെന്റും നല്ല കംഫർട്ടബിൾ ആയ ടെന്റാണ്. നല്ല ചൂടകത്ത് കിട്ടുന്നുണ്ട്. നല്ല സുഖമായിട്ട് 2 പേർക്ക് നിവർന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ടെന്റുകളാണ് ഈ കാണുന്നത്. കൂടുതലായിട്ടും റൈഡേഴ്സ് ആണിത് ചൂസ് ചെയ്യാറ് എന്നാണ് ജലീല് പറയുന്നത്. കാരണം അവർക്ക് ഷോർട്ട് വിസിറ്റ് ആണല്ലോ. പിന്നെ ഇവര് ടെന്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് തറനിരപ്പിലല്ല, അതൊരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിലാണ് ഇവർ ഈ ടെന്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
മറ്റ് ഇഴജന്തുക്കളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസെക്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അകത്ത് കടക്കാതെയും അങ്ങനെയുള്ള സേഫർ സൈഡ് നോക്കിയിട്ടാണ് അവർ ടെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി പക്ക സേഫ് ആണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ. ഇതാണ് ആ ട്രീ ഹൗസുകൾ. ഇത് പൂളിൽ നിന്ന് ട്രീ ഹൗസിലേക്കുള്ള വ്യൂ ആണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും വന്നത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. വൺസ് നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങളിത് ഇവിടെ പിന്നെയും പിന്നെയും വരുന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഫൈനലി ഞങ്ങളിവിടെ ശരിക്കും വന്നത് അച്ഛൻ്റെയും അമ്മയുടെയും 50th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞങ്ങൾ പോകുന്ന ദിവസമാണ് കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തത്, അന്ന് മോർണിംഗ്. അപ്പൊ ആ കേക്ക് കട്ടിങ്ങിന്റെ ഒരു ചെറിയൊരു സെലിബ്രേഷനിലേക്കാണ്. അങ്ങനെ ചെറിയൊരു കേക്ക് കട്ടിങ്ങിലൂടെ ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മഹത്തരമായ 50ാം വിവാഹ വാർഷികം ഒന്ന് ആഘോഷിച്ചു. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു ഫാമിലി ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവരുടെ വീട് ഇവിടെ വയനാട്ടിലാണ്. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്,
സോ ജസ്റ്റ് ഒരു ഫാമിലി വിസിറ്റ് ആണ്. മുന്നിൽ സൈക്കിൾ ചവിട്ടി പോകുന്നത് ഞങ്ങൾ കാണാൻ പോകുന്ന ചേച്ചിയുടെ മകളാണ്. ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി അറിയാത്തതുകൊണ്ട് പാവത്തിനെ സൈക്കിളിൽ പറഞ്ഞു വിട്ടതാണ്. എന്തായാലും അവൾ കറക്റ്റ് വഴി കാണിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. സോ വയനാട് വിസിറ്റ് എല്ലാം കഴിഞ്ഞ് ഫാമിലി വിസിറ്റും കഴിഞ്ഞ് ഞങ്ങൾ ഇനി വീട്ടിലേക്കുള്ള തിരിച്ചുപോക്കിലാണ്. സോ ഗൈസ്, see you then. Thanks for watching. See you on next video. Bye.